ആ പേരുള്ള റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കാൻ അറിയിച്ചു. വീണ്ടും സമർപ്പിക്കില്ല, നടപടിയെടുക്കാൻ തന്നെ അതായത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പേരില്ലെങ്കിൽ നടപടി എടുക്കുന്നതിന് തടസ്സമുണ്ട്, അതുകൊണ്ടുകൂടി അല്ല, അതുകൊണ്ടുകൂടി അന്വേഷിക്കണമല്ലോ, ആരാന്ന് കൃത്യമായിട്ട് അറിയണമല്ലോ. അയാൾ സമ്മതിച്ചല്ലോ, നടപടിക്ക് ശുപാർശ ഒന്നും ഈ അത് റിപ്പോർട്ടിൽ വീഴ്ച പറ്റിയെന്ന് സംഭവിച്ചിട്ടുണ്ട്. ആരാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി, വ്യക്തമാക്കിയിട്ട് നടപടിയെടുക്കാൻ വേണ്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി. അതെന്തായിരിക്കും ഒരു അപൂർണമായ റിപ്പോർട്ട് തന്ന പേര് വിവരങ്ങളൊക്കെ എന്താണെന്ന് അത് അറിയണ്ട, അതൊക്കെ ചോദിക്കും. എന്താ അങ്ങനെ ഒരു അപൂർണമായി, അത് അന്വേഷിക്കാൻ അയാൾ ക്ലിയറായി വ്യക്തമായ റിപ്പോർട്ട് ഉണ്ടാക്കാനാണല്ലോ പറഞ്ഞത്. അതും അന്വേഷിക്കും. ശക്തമായ നടപടി കേസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തന്നെയാണ്. തീർച്ചയായിട്ടും. ഒരു ജീവൻ പോയിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെങ്കിലും നടപടി ഇനി അത് വരാതിരിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് ഇന്നലെ യോഗത്തിൽ വെച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഓരോ ജില്ലയിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള യോഗം കൂടണം. താലൂക്കുകളിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ MLA-മാരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അടുത്ത യോഗം കൂടിയിട്ട് അടിയന്തരമായി ഇങ്ങനെ ഒരു അപകടം ഇനി വരാതെ കഴിക്കാനുള്ള നടപടിയെടുക്കണം. ഇതിപ്പോൾ എന്താ വെച്ചാൽ പ്രൈവറ്റ് വ്യക്തികൾ മരം മുറിക്കാൻ സമ്മതിക്കില്ല, കൊമ്പ് വെട്ടാൻ സമ്മതിക്കില്ല. അപ്പോൾ അത് ഡിസാസ്റ്ററിൽ നമുക്ക് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് കളക്ടർക്ക് എടുക്കാനുള്ളത്. അതുകൊണ്ടാണ് കളക്ടറിനെ ചുമതലപ്പെടുത്തിയത്. വരുന്നൊരു റിപ്പോർട്ടിൽ പരിപൂർണ്ണമായിട്ട് പേരും വിവരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടുകളാണ് സാധാരണ സമർപ്പിക്കാറ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ അത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് അന്വേഷിക്കാൻ വേണ്ടി ചെയർമാനെ ചുമതലപ്പെടുത്തിയത്. നടപടി ഉറപ്പാണല്ലോ അല്ലേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും. എന്താ അത് നടപടി ഉറപ്പാണല്ലോ. ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്നലെ തീരുമാനിച്ചത് എന്താണ്, അന്വേഷണത്തിൽ വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവാദി ആരാണെന്ന് വിശദമായ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അടിയന്തരമായി വിശദമായ അന്വേഷണം നടത്തി സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ KSB ചെയർമാൻക്ക് നിർദ്ദേശം നൽകി. പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് നൽകേണ്ടത് തന്നെ ആയിരുന്നില്ല. പക്ഷേ അതൊരു വീഴ്ച, ശരിക്കും വീഴ്ച സംഭവിച്ച ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിലൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ KSB ചെയർമാനെ തന്നെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഴ്ച മറ്റേ ആ റിപ്പോർട്ട് പരിപൂർണമല്ല എന്നുള്ളത് തോന്നില്ല. അദ്ദേഹത്തിനെ അന്വേഷിക്കാൻ ആരാ കുറ്റക്കാരെന്ന് അന്വേഷിക്കാനാണല്ലോ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം അതിൽ വീഴ്ച ഒരാഴ്ച ഇനി വീണ്ടും ഒരാഴ്ച ഇല്ല, നടപടിക്രമങ്ങൾ പൂർത്തിയാകണ്ടല്ലേ ഒരു കോടതി പോയില്ലേ.